സനോജ്, ഈ കേസിൽ എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് CCTVയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊക്കെ എന്താണോ ഡ്രൈവർ യദു പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ ഇന്ന് അദ്ദേഹം തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയത്. ഈ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് KSRTC ഡിപ്പോയിലെത്തി വണ്ടിയിൽ കയറി പരിശോധിച്ചു എന്ന് പറഞ്ഞത് അങ്ങനെ താൻ പറഞ്ഞിട്ടില്ല എന്ന് ഇന്ന് പറയുകയും എന്നാൽ പറഞ്ഞതിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ ഉത്തരമില്ലാതെ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് നടി റോഷ്നയുടെ പരാതി സംബന്ധിച്ച് ആ റൂട്ടിൽ താൻ ബസ് ഓടിച്ചിട്ടേ ഇല്ല, അതിനെക്കുറിച്ച് അറിയില്ല, അത് ഓർമ്മ പോലും ഇല്ല. മെമ്മറി കാർഡ് അന്വേഷിക്കുന്ന ആൾക്ക് മെമ്മറി പോലും ഇപ്പോൾ പ്രശ്നമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. പക്ഷേ KSRTCയുടെ രേഖകൾ ഇന്നിപ്പോൾ കാണിക്കുന്നത് ആ റൂട്ടിൽ യദു അന്നത്തെ ദിവസം കഴിഞ്ഞ വർഷം ജൂൺ 19 വണ്ടി ഓടിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു കേസ് ശരിക്കും എവിടെ എത്തി നിൽക്കുകയാണിപ്പോൾ? മാധ്യമങ്ങളും ഒരു വിഭാഗം രാഷ്ട്രീയ നേതാക്കളും ഒക്കെ കൂടി ചർച്ചയിലൂടെ ഇതെവിടെ എത്തിച്ച് ഇരിക്കുകയാണിപ്പോൾ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ ഇകഴ്ത്താൻ വേണ്ടി മാധ്യമങ്ങളും ചിലരും ചേർന്ന് ഊതി വീർപ്പിച്ച ഒരു ഇരയാണ് യദു എന്ന് ഇന്ന് പ്രമുഖ ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുകുടിയുടെ ഒരു പോസ്റ്റ് ഇപ്പോൾ ഞാൻ കണ്ടു. അത് ഞാൻ താങ്കളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. ശരിക്കും ആ അർത്ഥത്തിൽ മേയറെ ഇകഴ്ത്താൻ വേണ്ടിയുള്ള ചിലരുടെ ഊതി വീർപ്പിച്ച ഇരയാണോ യദു? ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം യദുവിനെ മുൻനിർത്തി വലതുപക്ഷ മാധ്യമങ്ങൾ ഇവിടെ കെട്ടിപ്പൊക്കിയ എല്ലാ കാര്യങ്ങളും നിങ്ങളീ പറഞ്ഞതുപോലെ ഊതിവീർപ്പിച്ച ബലൂണായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആര്യ രാജേന്ദ്രനായതുകൊണ്ടാണ് ഈ വിഷയത്തിൽ യദുവിന് ഒപ്പം എന്ന നിലപാട് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും ഒരുപറ്റം ഈ വലതുപക്ഷ നിരീക്ഷകന്മാരുമെല്ലാം സ്വീകരിച്ചത്. അങ്ങനെ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ അധികാരം പ്രയോഗിക്കുന്നു, ധാർഷ്ട്യം കാണിക്കുന്നു, ആ പാവപ്പെട്ട യദുവ് എന്ന തൊഴിലാളിയോട് അങ്ങേയറ്റം നീതിയില്ലാതെ പെരുമാറി എന്നൊക്കെയാണ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്തായിരുന്നു വസ്തുത? നമ്മുടെ സഹോദരിമാരോട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഏറ്റുവാകുന്ന സന്ദർഭത്തിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇങ്ങനെയുള്ള ആളുകളെ അപ്പം തന്നെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കണം. ഒരു തരത്തിലുള്ള കോംപ്രമൈസും നടത്തേണ്ടതില്ല, അപ്പം തന്നെ പ്രതികരിക്കേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെയാണ് ഓരോ രക്ഷിതാവും തങ്ങളുടെ പെൺകുട്ടികളെ വളർത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ സഹോദരിമാരോട് പറയുന്നത്. ഇവിടെ ആര്യ എന്ത് തെറ്റാണ് ചെയ്തത്? അവർ കുടുംബസമേതം യാത്ര ചെയ്യുന്നു. ആര്യക്ക് ഈ യദു എന്ന് പറയുന്ന ബസ് ഡ്രൈവറോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ? മുൻ പരിചയമുണ്ടോ? അങ്ങനെ മുൻ പരിചയമില്ല, പൂർവ്വ വൈരാഗ്യമില്ല, ഒരിക്കൽ പോലും കണ്ട ബന്ധമില്ല. പക്ഷേ ഇയാൾ ആര്യയുടെ വാഹനത്തിന് നേരെ അപകടകരമായ നിലയിൽ ഡ്രൈവ് ചെയ്തു വന്നു, വാഹനത്തെ ഇടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രതികരണമുണ്ടായി. അങ്ങനെ പ്രതികരിച്ചപ്പോൾ വളരെ മോശം നിലയിൽ ഇയാൾ ലൈംഗിക ചേഷ്ട കാണിച്ച് ഈ സംഘത്തെ പ്രകോപിപ്പിക്കുകയാണ്. എന്ത് ചെയ്യണമായിരുന്നു? ആര്യ അവിടെയുള്ള DYFIക്കാരെ കൂട്ടിയിട്ട് ബസ് തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള ജനാധിപത്യ സംവിധാനവും അവിടെ അട്ടിമറിച്ചിട്ടില്ല. ഒരു അധികാരവും അവിടെ പ്രയോഗിച്ചിട്ടില്ല. ആര്യ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു, പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. ആര്യക്ക് മേയറായതുകൊണ്ട് മന്ത്രിയെ തന്നെ വിളിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യമുണ്ടായി. ഈ 3 കാര്യങ്ങളാണ് അവിടെ ആദ്യം ചെയ്തത്. അപ്പോൾ വാഹനം നിർത്തിയ ഘട്ടത്തിൽ അതിന് മുന്നിൽ വാഹനം ഇട്ട് ആ ഡ്രൈവറോട് അല്പം പ്രകോപനത്തോട് സംസാരിച്ചിട്ടുണ്ട്. അതാണോ ഏറ്റവും വലിയ തെറ്റ്? ഇയാളുടെ ചരിത്രം നോക്കണ്ടേ? ആരാണ് ഇയാൾ? അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇയാൾ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഇതുപോലെയുള്ള പല കേസിലും പ്രതിയാണ്. ഞാൻ ആ കേസിൻ്റെയൊക്കെ വിശദാംശങ്ങളോട് വായിക്കാൻ പറ്റുമോ? ഇതുപോലെയൊരു ചാനലിൻ്റെ മുന്നിൽ വന്ന് ഇയാൾക്കെതിരിട്ട FIRൻ്റെ ആ കോപ്പി നമുക്ക് വായിക്കാൻ പറ്റുമോ? ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപകടകരമായ വാഹനം ഓടിച്ച കേസിൽ മാത്രമല്ല, ലക്ഷണമൊത്ത ഞരമ്പ് രോഗിയാണ് ഇയാൾ. ചരിത്രം അത്ര ശുദ്ധമല്ല. അയാളെക്കുറിച്ച് കേൾക്കുന്ന കഥകളൊന്നും, സുഹൃത്തുക്കൾ പറയുന്നത്, സഹപ്രവർത്തകർ പറയുന്നതൊന്നും അത്ര ന്യായമായ കാര്യങ്ങളല്ല. ഇതൊന്നും താങ്കൾ പറയുന്നത് പോലെ ഒരു പൊതു ചർച്ചയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ കഴിഞ്ഞ
2-3 ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ യദുവിനെ പൊതുമധ്യത്തിൽ ഈ ചാനലുകളിലൊക്കെ ഇരുത്തി പലരും അദ്ദേഹത്തെ വലിയ നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളുണ്ട്, നല്ല മാധ്യമങ്ങളുണ്ട്, നീതിയുടെ അപ്പോസ്തലൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വാഴ്ത്തുന്നത്. അതൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരില്ലേ? അതെ, അല്ല അതൊക്കെ തുറന്നു പറയേണ്ടി വരും. ഇപ്പം ആളുകൾക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട കുറച്ച് ചാനലുകളും അതിൻ്റെ അവതാരകന്മാരും പറയുന്നത് കേൾക്കുന്നവരാണ്. അവരെല്ലാം പറയുന്നത് ഈ നാടാകെ വിശ്വസിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയും ആർക്കും വേണ്ടതില്ല. ഇവരുടെ എല്ലാം അജണ്ട എന്താണ് എന്ന് ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടി റോഷ്ന ആദ്യം പറഞ്ഞു, എനിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ ഡ്രൈവറും ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ആളുകളും എന്താ പറഞ്ഞത്? എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല എന്നാണ് ചോദിച്ചത്. അപ്പോൾ പ്രതികരിച്ച ആരുടെ അനുഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നടി റോഷ്ന എന്തുകൊണ്ട് അന്നേരം പരാതി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. നടി റോഷ്ന സഞ്ചരിച്ച ബസ്, ആ റൂട്ട്, ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ ആ റൂട്ടിൽ ഞാൻ സഞ്ചരിച്ചിട്ടേ ഇല്ല, അതിന് ഡ്രൈവർ ഞാനായിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇത് ശ്രമിച്ചു. പക്ഷേ KSRTC ഓഫീസിൽ നിന്ന് രേഖകൾ പുറത്തു വന്നു. അന്നേ ദിവസം ജൂൺ 19-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. ജൂൺ മാസം 18-ാം തീയതി ഡ്യൂട്ടി നമ്പർ 116 ഡ്രൈവർ യദുവാണ്. RPE 492 ബസ്സിൻ്റെ നമ്പർ. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നപ്പോൾ യദുവിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയ മാധ്യമങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അവരിപ്പോൾ പകരം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അന്നേരം പരാതിപ്പെട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ യദുവിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഒരു പറ്റം നിരീക്ഷകന്മാരുണ്ട്, വലതുപക്ഷ മാധ്യമങ്ങൾ ഒന്നടങ്കമുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളം എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധ തിമിരം ബാധിച്ച കുറേ ആളുകൾ രംഗപ്രവേശം ചെയ്യുകയാണ്. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത്? അരിക്കൊമ്പന് വേണ്ടി ഫാൻസ് ഉണ്ടാക്കുന്നു. നമ്മൾ കണ്ടു, റോബിൻ ബസ്സിന് വേണ്ടി ഫാൻസ് ഉണ്ടാക്കുന്നു. സകല നിയമങ്ങളും ലംഘിച്ച് സർവീസ് നടത്തുന്ന ഒരു ബസ്സും അതിൻ്റെ മുതലാളിക്കും വേണ്ടിയിട്ട് റോബിൻ ബസ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയ കേരളം ആരായത് നേതൃത്വം കൊടുക്കുന്നത്? ഇതെല്ലാം സർക്കാരിനെതിരായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ മറ്റ് സംവിധാനത്തിനെതിരായിട്ട് തിരിച്ചുവിടാം എന്ന ഒരു നിലയുണ്ടാവുമ്പോൾ മറ്റൊന്നും നോക്കാതെ വ്യാപകമായ കള്ള പ്രചരണം നടത്തുകയാണ്. ഈ യദു എന്ന് പറയുന്ന കക്ഷി തന്നെ എന്തൊക്കെയാണ് ആ സിനിമാ നടിയോട് പറഞ്ഞത്? നിങ്ങൾക്കിപ്പോൾ സിനിമയില്ല, അതുകൊണ്ട് പണത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും പറഞ്ഞു വിട്ടതാണെന്നൊക്കെയുള്ള അങ്ങേയറ്റം മോശമായ നിലയിലല്ലേ അദ്ദേഹം പെരുമാറിയത്? കാര്യങ്ങൾ അന്വേഷിക്കൂ, എനിക്ക് അതിനകത്ത് ഭയമില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ഇപ്പോൾ ഇതൊക്കെ പോട്ടെ, ഇപ്പോൾ മെമ്മറി കാർഡ് കാണുന്നില്ല. ആരായിരിക്കും മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ടാവുക? മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞു, മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നതിന് എത്രയോ ദിവസം, 2-3 ദിവസം മുന്നേ തന്നെ, അല്ല ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട വാർത്ത വരുന്നതിന് മുന്നേ തന്നെ ഈ യദു എന്ന് പറയുന്ന കക്ഷി വിവിധ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഘട്ടത്തിൽ ഒരു സമയത്തും എൻ്റെ ബസ്സിൻ്റെ ഈ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ സത്യം ബോധ്യപ്പെടുമെന്ന് ഒരു ചാനലിനോടും യദു പറഞ്ഞിട്ടില്ല. ഒരു ചാനലിനോടും യദു പറഞ്ഞിട്ടില്ല. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. പോലീസ് ഈ വിഷയം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് KSRTCയോട് ആവശ്യപ്പെടുകയാണ്. മെമ്മറി കാർഡ് CCTV ബസ്സാണ്, ആ കാർഡ് ആവശ്യപ്പെട്ടപ്പോഴാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത്. യദുവിനറിയാലോ ഞാൻ സഞ്ചരിക്കുന്ന, ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ബസ്സിനകത്ത് ഈ സംവിധാനം ഉണ്ട് എന്ന്. യദുവിന് പിറ്റേ ദിവസം തന്നെ പറയാമായിരുന്നു, മെമ്മറി കാർഡ് പരിശോധിച്ചാൽ മതി എന്ന്. അന്ന് എന്തുകൊണ്ട് യദു പറഞ്ഞിട്ടില്ല? VK സനോജ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ചില ദുരൂഹതകൾ യദുവിൻ്റെ കാര്യത്തിലുണ്ട്. അത് ഇന്ന് കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ ചോദിച്ചപ്പോൾ അവിടെ അദ്ദേഹം പ്രതികരിച്ചത് എങ്ങനെ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്.